താഴെ കുളത്തിലോട്ടൊന്നും വീഴരുത് കേട്ടോ. ഇവിടെ ഒന്നും ആഴമൊന്നുമില്ല. ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ കാപ്പി കുടിച്ചിട്ട് താഴെ വയലിലോട്ട് പോകാൻ പോവാണ്. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ചാളമീനാണ് കിട്ടിയത്. നമുക്ക് പിന്നെ സാമ്പാറുണ്ട്. അപ്പം തോരൻ വയ്ക്കാനായിട്ട് എന്തോരം നോക്കിയപ്പോൾ എല്ലാം നമ്മൾ എപ്പോഴും വയ്ക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മുടെ വാഴപ്പീണ്ട് വെച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിറയെ വാഴക്കൃഷികളാണ്. ഇവിടെ എല്ലാം വാഴക്കൃഷികളാണ്. അപ്പം പല ടൈപ്പ് വാഴകളുണ്ട്. അപ്പോൾ നമ്മൾ വാഴക്കൂമ്പ് വെട്ടാനായിട്ട് പോവുകയാണ്. വാഴക്കൂമ്പിൻ്റെ തോരനല്ല, വാഴപ്പീണ്ടി തോരനാണ്. അപ്പോൾ വാഴപ്പീണ്ടി ഇവിടെ വാഴ കൃഷി കഴിഞ്ഞ വാഴകളൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും പീണ്ടി എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം കുറച്ച് സ്ഥലങ്ങളിലൂടെ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ സൈഷണ്ണൊന്നും ജോലിയില്ല, സൈഷണ്ണൊന്നും ലീവാണ്, വീട്ടിലുണ്ട്. അപ്പോൾ സൈഷണ്ണൻ കുട്ടി വന്നതാണ്. പിന്നെ ഇവിടെ എല്ലാം മനോഹരമായ സ്ഥലങ്ങളാണ്, അങ്ങോട്ടങ്ങോട്ട് അടിപൊളി സ്ഥലങ്ങളാണ്, എല്ലാം കാണിച്ചു തരാം. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതേ സൈഷായിട്ട് എല്ലാം സെറ്റപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നുണ്ടോ, വാക്കത്തിയൊക്കെ തോളി വിട്ടേക്കുന്നുണ്ടോ. അബിക്കുട്ടനെ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ അബിക്കുട്ടൻ നിർബന്ധം പിടിച്ചു വരണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെയൊക്കെ വയലും കാര്യമൊക്കെ ആയതുകൊണ്ട് അബിക്കുട്ടനെ അമ്മയടുത്ത് നിർത്താമെന്ന് വെച്ചിട്ട് അബിക്കുട്ടൻ നിൽക്കുന്നില്ല. ഇത് കുളമാണ്, വാഴയ്ക്ക് വെള്ളം അടിക്കുന്ന കുളമാണ്. നിറയെ കുളങ്ങളുണ്ട് അവിടെ. ഇവിടെ എല്ലാ കൃഷി സ്ഥലത്തും ഓരോ കുളങ്ങളുണ്ട് കേട്ടോ. അവിടെയും ഒരു കുളമുണ്ട്, പക്ഷെ എല്ലാം നല്ല കുഴിയാണെന്ന് തോന്നുന്നു, അല്ലേ സേച്ചേട്ടാ? ഇത് ഇവിടെയും കുളമുണ്ട്. ഇതെല്ലാം വാഴക്കടിക്കുന്ന കുളങ്ങളാണെങ്കിലും നല്ല ആഴമുള്ള കുളങ്ങളാണ് കേട്ടോ. നിറയെ പായലൊക്കെ കയറി കിടക്കുന്നുണ്ടോ. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ മനോഹരമായ അടിപൊളി സ്ഥലങ്ങളാണ്. പക്ഷേ ഇത് എല്ലായിടത്തും കുഴിയുള്ള കുളങ്ങളാണ്. അതുകൊണ്ടാണ് അബിക്കുട്ടനെ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ അവൻ അങ്ങനെ ഓടും. അതുകൊണ്ടാണ് സൈഷേട്ടൻ്റെ പൊക്കിയെടുത്തോണ്ടാണ് നടക്കുന്നത് അവനെ. അപ്പം നമുക്ക് നല്ല വാഴ നോക്കി വെട്ടാന്നല്ല, വെട്ടി കിടക്കുന്ന വാഴന്ന് പേണ്ടി എടുക്കാം. സൈഷേട്ടൻ നോക്കി പോകണം. കുഴിയൊക്കെ കാണും അവിടെയൊക്കെ, വെള്ളം കുഴി. എങ്ങനെ ചാടി അവിടെ? ഇവിടെ നിന്ന് എങ്ങനെ ചാടി? വഴിയുണ്ടല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം കുഴികളാണ്. പിന്നെ നിറയെ വിറവൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ. അയ്യോ, ഇത് വഴിയില്ല സഹിച്ചിട്ട്, ഇവിടെ വഴി മൂടിയിട്ട്. മൊബൈൽ വീഡിയോ എടുത്തെടുത്തെടുത്ത് ഞാൻ ഏതെങ്കിലും കുഴിയൊന്ന് വീഴും. ഇത് ഇവിടെയൊക്കെ കണ്ടില്ലേ, കൊച്ചു കൊച്ചു കുഴികളും വലിയ വലിയ കുളങ്ങളും ഒക്കെയാണ്. എന്തായാലും അടിപൊളി മനോഹരമായ സ്ഥലമാണ്. പക്ഷേ വിറവൊക്കെ നിറയെ കിടപ്പുണ്ട് ഇവിടെ. ഇങ്ങോട്ടൊക്കെ വന്നാൽ വിറവൊക്കെ നിറയെ കിട്ടും. അവിടെ എല്ലാം കുഴികളാട്ടോ. മോനെ നോക്കി പോണ, അവനെ എടുത്തുക്ക കടവുളെ. മോനെ എടുത്തു, പാവ എൻ്റെ മോൻ. ഇവിടെ കണ്ടില്ലേ, ഇതും കുളങ്ങൾ. ഇവിടെ എല്ലാം നിറയെ വെള്ളം കയറി കിടക്കുന്നുണ്ടോ. മഴയൊന്നുമില്ല, മഴ ഏതാ ഒരു ദിവസം മാത്രം മഴ പെയ്തു. പക്ഷെ എന്നാലും ഇവിടെ എല്ലാം എന്താ വെള്ളം കയറി കിടക്കുവാണ്. പിന്നെ ആവശ്യത്തിലേത് വാഴകളുണ്ട് കേട്ടോ. പല ടൈപ്പ് വാഴകളാണ്. ഏത്തവാഴ ഉണ്ട്, ഞാലിപ്പൂവനുണ്ട്, കപ്പപ്പഴമുണ്ട്, എല്ലാ ടൈപ്പും വാഴകളുണ്ട്. ഇതൊന്നും ഏത്തനല്ലയാ? ഏത്തൻ മാത്രം വെട്ടാമോ വാഴപ്പിണ്ടി? ആ, കപ്പപ്പഴത്തിൻ്റെ എടുക്കാതിരുന്നാൽ മതിയെന്ന് തോന്നുന്നു. ഇവിടെ പ്രധാനമായും ഈ ചുമന്ന കപ്പപ്പഴമാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ. നിറയെ ഒരു പപ്പായ മരം നിൽക്കുന്നു. നിറയെ കുഞ്ഞു മരമാണെങ്കിലും നിറയെ കായ് പിടിച്ച് നിൽക്കുന്നു കേട്ടോ ഈ പപ്പായ മരത്തിൽ. നമുക്ക് വേണമെങ്കിൽ പപ്പായ വെച്ചും തോരൻ വയ്ക്കാം. ഞങ്ങളുടെ വീട്ടിൽ പപ്പായ ഉണ്ട്, അതുകൊണ്ട് പിന്നെ അതും വേണ്ട. ഇതേത് വഴി? മുകളിൽ ഇതേ റബ്ബർ കാടാണ് കേട്ടോ. ഈ ഏരിയയിലോട്ടൊന്നും ഞാൻ വന്നിട്ട് പോലും ഇല്ല. ഇത് ഏത് വഴിയാണെന്ന് പോലും അറിയാൻ വയ്യ. ഞാൻ തമിഴ്നാട്ടിൽ വന്നിട്ട് 5 വർഷമായി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇത് ഏത് വഴിയാണെന്ന് പോലും എനിക്കറിയാം. ഇതേ റോഡും വഴിയും വീടൊക്കെ കാണുന്നു. എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ ഇത് വഴി. ഇതിൻ്റെ ബാക്ക് വശത്താണ് ഞങ്ങളെ വീട് കേട്ടോ. നല്ല റബ്ബർ കാടും അതിൻ്റെ വാഴത്തോട്ടവും തെങ്ങും ഒക്കെ ചേർന്ന് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ.
അവിടെ ഒരു വാഴ ഇവിടെ എല്ലാം വാഴ കൃഷി കഴിഞ്ഞ് വെട്ടിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അവിടെ നോക്കുവാണ് സൈഷേട്ടൻ അതിൻ്റെ വാഴപ്പിൻ്റെ എടുക്കാൻ നോക്കുക. നമുക്ക് എനിക്ക് സൈഷേട്ടന് മാത്രം മതി, അതുകൊണ്ട് കുറച്ച് മതി കേട്ടോ. ഈ കുളം നോക്കും, നല്ല പച്ച പായ കയറി കിടക്കുന്നുണ്ടോ. നമ്മൾ ഈ വാഴയൊക്കെ വെട്ടി വാഴ നമ്മളെല്ലാ വാഴ ഉടമസ്ഥർ വെട്ടി കളഞ്ഞു. പക്ഷെ അതൊക്കെ എടുത്ത് പാചകം ചെയ്ത് നല്ല അടിപൊളി കറികളൊക്കെ ആക്കി സൂപ്പർ വെറൈറ്റി ടേസ്റ്റുള്ള കറികൾ, തോരൻ, അങ്ങനെ തീയൽ, പിന്നെ നല്ല മെഴുക്ക് പുരട്ടി, സംഭവം നിറയെ ഉണ്ടാക്കാം. എന്തൊക്കെയാ ടേസ്റ്റുകളല്ലേ. നമുക്ക് ഇപ്പം ഇവിടെ നിറയെ വാഴയൊക്കെ എല്ലാം വിളവൊക്കെ എടുത്തു കഴിഞ്ഞത്. ഇവിടെ ഒരു വാഴ പൊഴുത് കിടക്കുന്നു കേട്ടോ. നല്ല ഏത്തവാഴയാണ്. നമുക്ക് വേണ്ടത് വല്ലരും വാഴത്തോട്ടമാണ് നമ്മൾ പിച്ചിട്ടുന്നത്, പിന്നെ ശരിയാവത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ എടുത്തിട്ട് വെക്കോളൂ. മതി ബാപ്പോ. അപ്പം നമ്മൾ വാഴക്കൊമ്പ് വെട്ടിയിരിക്കുകയാണ്. പിന്നെ സൈഷേട്ടൻ വേറെ നല്ലത് നോക്കി വന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് വെട്ടാനായിട്ട് അപ്പുറത്തോട്ട് പോയിട്ടോ വിളയിൽ. താഴെ വീണെടുക്കുന്നതാണ് വെട്ടുന്നത്. പിന്നെ ഞാൻ ഇരിക്കുന്നത് തന്നെ വാഴയിലാണ് കേട്ടോ. അതും പുഴുത് വീണതാണ്. കൊലയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ്, നടന്ന ക്ഷീണം. വീട്ടിൽ നിന്നൊരു 5 മിനിറ്റ് നടക്കണം ഇപ്പുറത്ത് ഈ വിളയിലോട്ട്. പിന്നെ എന്താ നല്ല സ്ഥലങ്ങൾ കാണാം. പറിച്ചിട്ട് വരട്ടെ, കൊള്ളാൻ തോന്നുന്നു. അപ്പം ഞങ്ങൾ വാഴപ്പിണ്ടി വെട്ടി വീട്ടിലേക്ക് പോകണതേ. ഞാൻ ഒരു അത്യാവശ്യത്തിനൊരു ഓലയും കൂടെ എടുത്തു കേട്ടോ. നിറയെ ഓലകളും മടലും ഒക്കെ കിടക്കുന്ന എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകാൻ വയ്യ. അതുകൊണ്ട് കത്തിക്കാൻ മാത്രം. വീട്ടിൽ ഇപ്പം അത്യാവശ്യത്തിന് വിറവുണ്ട്. താഴെ കുളത്തിലോട്ടൊന്നും വീഴരുത് കേട്ടോ. ഇവിടെ ഒന്നും ആഴമൊന്നുമില്ല കേട്ടോ, കുഞ്ഞു കുളമാണ്. കുരങ്ങൻ കുട്ടിയാണ് കേട്ടോ നീ. അഭിനയമാണാ? മരത്തിലേക്ക് കയറുന്ന കുരങ്ങൻ കുട്ടികളാണ്. യോ, പല കുളത്തിലും പല ടൈപ്പ് പായലാട്ടോ. ഇത് നല്ല വട്ടം പായൽ, ചെറുതിൽ മണ്ണ് വരട്ടണമെങ്കിൽ പച്ച കളറുള്ള പായൽ. അപ്പം നമ്മൾ ഈ വാഴപ്പിണ്ടി തോരൻ കിഡ്നിക്ക് കല്ലിനൊക്കെ എന്താ സഹിച്ചിട്ടാ, കിഡ്നി കല്ലിനൊക്കെ നല്ലതാണെന്നോ. കിഡ്നിയിലെ കല്ല് ഒക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ് വാഴപ്പിണ്ടി. അപ്പോൾ കാലത്ത് ഒരു വേല നടന്നില്ല, രാവിലെ കാപ്പി മാത്രമേ വെച്ചുള്ളൂ. ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇനി വേണം കഞ്ഞിക്ക് വെള്ളം അടുപ്പിടണം, ചോറ് വെക്കണം, തോരൻ വെക്കണം. പിന്നെ രാവിലത്തെ സാമ്പാറുണ്ട്, ഇഡ്ഡലിയുടെ സാമ്പാറുണ്ട്. അതുകൊണ്ട് ഇനി തോരനും മീൻകറിയും മീൻ വറുത്തത് മാത്രം വെച്ചാൽ മതി. അത് കാന്താരി ചെടിയാണ് കേട്ടോ, നിറയെ കാന്താരി നിൽപ്പുണ്ട്. പക്ഷേ വേണ്ട, ഞങ്ങളെ വീട്ടിലുണ്ട് കാന്താരി. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. വയലും തോപ്പും ചേമ്പൊക്കെ നിൽക്കുന്നുണ്ടോ. ചേമ്പ് വെട്ടി ചേമ്പിൻ്റെ തണ്ടൊക്കെ അവിയലൊക്കെ വെക്കാറുണ്ട്. നമ്മുടെ വീട് എത്തി കേട്ടോ. ഇനി വേഗം പാചകം തുടങ്ങാം. ഇനി വേഗം ഞങ്ങൾ കഞ്ഞിയൊക്കെ വെക്കാം. ഇനി സൈഷേട്ടനും അബിക്കുട്ടനും ടി വിയുടെ മുന്നിലായിരിക്കും, രണ്ടുപേരും ഫ്രീ ആയതുകൊണ്ട്. അബിക്കുട്ടന് സ്കൂളില്ല കേട്ടോ, വേറെ ഒന്നും കൊണ്ടില്ല, പൊങ്കൽ അവധിയാണ്. ഇന്നലെ മാട്ടുപൊങ്കലായിരുന്നു, ഇന്ന് ടൂറിസ്റ്റ് പൊങ്കലെന്ന് പറയുന്നു. കന്യാകുമാരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന പൊങ്കലാണ്, നാണും പൊങ്കൽ എന്നാണ് പറയുന്നത്. കാണും പൊങ്കൽ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ ടൂറൊക്കെ പോകണ പൊങ്കൽ. അങ്ങനെ പല ടൈപ്പ് പൊങ്കലുണ്ട്. അതുകൊണ്ട് അബിക്കുട്ടന് ലീവാണ് കേട്ടോ. യൂണിയപ്പം വീഴും. അബിക്കുട്ടന് ലീവാണ്, ഒരാഴ്ച ലീവാണ്. ഇനി അടുത്ത തിങ്കളാഴ്ച, ഇന്ന് ബുധനാഴ്ചയേ ഉള്ളൂ. അടുത്ത തിങ്കളാഴ്ച അബിക്കുട്ടന് സ്കൂൾ തുറക്കുള്ളൂ കേട്ടോ. അതുവരെ അബിക്കുട്ടൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാണ് ദിയയുടെ വീട് കേട്ടോ. അബിക്കുട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട് ദിയയുടെ വീടാണ്. ദിയ പൊങ്കൽ അവധി ആയതുകൊണ്ട് ദിയയുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ദിയൊന്നും അവിടെ ഇല്ല, വീടൊക്കെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ശരി, നമ്മുടെ വീടെത്തി. അപ്പോൾ ഇത് ആഞ്ഞിൻ്റെ വീട്, അമ്മയുടെ വീട്. എന്താ ഇത് കൊള്ളത്തില്ലയോ? ഇത് ഏത്തനാണോ അറിയത്തില്ല, വെച്ച് പാക്കാം. വേണം, നിങ്ങൾക്ക് വേണമ്മ. അപ്പം നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ വേഗം കഞ്ഞിയൊക്കെ വയ്ക്കാൻ പോകട്ടെ. കഞ്ഞിക്ക് വെള്ളം അടുപ്പിട്ട് അത് കുടിക്കാനായിട്ട് ചൂടുവെള്ളം എണ്ണത്തണം. പിന്നെ നമ്മൾ ചോറ് വയ്ക്കുന്നത്. അപ്പം വേഗം ഇനി ഇപ്പം മണി 10:30 പെട്ടെന്ന് തന്നെ 1 മണിയാകുമ്പോൾ സൈഷേട്ടന് ചോറ് കൊടുക്കണം. അപ്പോൾ കിടന്ന് ബഹളം വെക്കുക. അപ്പം വീടിയൊന്നും നല്ലോണം പിടിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ചെറുപടാന്ന് വേഗം ഒന്ന് ചോറും കറിയൊക്കെ വയ്ക്കണം കേട്ടോ.
അപ്പം ഇത് ഞാൻ ചാളമീൻ കഴുകാനായിട്ട് എടുത്തിട്ടുണ്ട്, വെള്ളത്തിട്ട് വെച്ചേക്കാണ്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ചാളമീൻ വെക്കുന്നത്. കൊച്ചുള്ളിയും കറിവേപ്പിലയും ഇട്ട് മസാലയൊക്കെ ചേർത്ത് നല്ലവണ്ണം തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഴപ്പിണ്ടി എടുത്തു, വാഴപ്പിണ്ടി അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. അതിൻ്റെ ഒരു ചെതുമ്പലുണ്ടല്ലോ അത് കളയണം. പിന്നെ നമ്മൾ വാഴപ്പിണ്ടി അരിഞ്ഞു വെച്ചു, പച്ചമുളക് ചേർത്ത് വെച്ചു, സവാള അരിഞ്ഞു വെച്ചു. നമ്മുടെ തേങ്ങ വറുത്തരച്ച ചാളക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിന് തോരൻ വെക്കാൻ പോവാണ്. ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള നല്ലവണ്ണം വഴന്ന് വരണ്ട, കുറച്ച് വഴന്നപ്പോൾ തന്നെ നമ്മൾ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും വാഴപ്പിണ്ടിയും ഇട്ട് കൊടുക്കുവാണ്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. വാഴപ്പിണ്ടി നല്ലവണ്ണം വേവട്ടെ ആവിയിൽ. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്ക് അരപ്പ് ചേർത്തെടുക്കാം കേട്ടോ. അരപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം, വെന്തെന്ന് തോന്നുന്നു കേട്ടോ. ചോറിന് കറികൾ നമ്മൾ ചാള തേങ്ങ വറുത്തരച്ച കറിയും, പിന്നെ രാവിലത്തെ സാമ്പാറിൽ ഇഡലിയുടെ സാമ്പാറാണിത്, ചാള ഫ്രൈയും, പിന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ സ്പെഷ്യലായ വാഴപ്പിണ്ടി തോരനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കഴിക്കാൻ പോവാണ്. അതിക്കുട്ടൻ ചോറ് കഴിച്ചു, സൈഷേട്ടൻ ചോറ് കഴിച്ചു. അതിക്കുട്ടൻ TV കാണുന്നുണ്ട്. ഇപ്പോൾ സൈഷേട്ടൻ ഉറങ്ങാൻ പോയി. അപ്പോൾ അവർ രണ്ടും ചോറ് എടുത്തതിന് ശേഷം ഞാൻ കഴിക്കുവാണ്. ഞാൻ കഴിച്ച് നോക്കട്ടെ നമ്മുടെ തോരൻ എങ്ങനെയുണ്ടെന്ന്. സൂപ്പറായിരുന്നു. അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വാഴപ്പിണ്ടി വെച്ച് നോക്കണം. ഞാൻ ചുമ്മാ തമാശ അല്ല, സൂപ്പറായിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട് വാഴപ്പിണ്ടി തോരൻ. ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടാൽ നല്ല ഇതിന് നല്ലതായിരിക്കും. പക്ഷേ ഉഴുന്ന് പരിപ്പില്ല, ഞങ്ങൾ രാവിലെ ഇടുന്ന ഉഴുന്ന് പരിപ്പിട്ടാണ് ഇതിലേക്ക് മാവാട്ടിയത്. അതുകൊണ്ട് ഉഴുന്ന് പരിപ്പൊന്നുമില്ലാതെ തന്നെ സാധാ തോരൻ വയ്ക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ചാള വറുത്തമീനാണ്. വറുത്തമീനൊന്ന് എടുത്ത് നോക്കട്ടെ. വറുത്തമീനെടുത്ത് നമ്മൾ തോരൻ എല്ലാവരും മിക്സ് ചെയ്ത് നിറയെ കറി ഒഴിച്ചതാണ് ഇഷ്ടം. മിക്സ് ചെയ്ത് നോക്കട്ടെ. സെമ്മ ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്താ സ്പെഷ്യൽ ഇത്രയൊക്കെയാണ്. ഇനി വൈകിട്ട് ചായ ഉണ്ടാക്കണം, സ്നാക്സ് കഴിക്കണം, പിന്നെ രാത്രി നമ്മൾ ഇതേ ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജിത്താ.